മാപ്സ്റ്റിക് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് സൂര്യ ജയൻ. വയസ്സ് എത്രയെന്ന മൂവിയുടെ മ്യൂസിക് ഡയറക്ടറായ സിബു സുകുമാരൻ, ഷമീർ ജിബ്രാൻ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഈ ഒരു മൂവിയുടെ നമ്മൾ എല്ലാം അറിഞ്ഞിട്ട് എൻ്റർടൈൻമെൻറ്റാണ്, എന്താണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. ഭയങ്കര ഓരോ ക്യാരക്ടറും നല്ല കൊമേഡിയനാണെന്ന് കേട്ടു. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ചെയ്യുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരിക്കും. ടെൻഷൻ അങ്ങനെ എനിക്ക് ഇതിൽ വെല്ലുവിളിയ അങ്ങനെ പറഞ്ഞിരുന്നു വെച്ചാൽ എനിക്ക് ഇതിൽ കുറച്ച് കോമിക്കായിട്ട് എലമെൻ്റ് ഉള്ള കുറേ സംഭവങ്ങൾ കാരണം സ്ക്രിപ്റ്റ് ഞാനൊരു പാട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആദ്യം സ്ക്രിപ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാൻ പറയാറുണ്ട് എപ്പോഴേ. അപ്പോൾ ഷിജുബായും ഫൈസൽ മാഷായിരുന്നു ആദ്യം എന്നെ ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവന്ന് ഫൈസൽ മാഷായിട്ട് പണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് പണ്ട് പോലെയുള്ള കുറേ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഫൈസൽ മാഷ് പരിചയപ്പെടുത്തി ഷിജുബായി ഒക്കെ വന്നു. ഷിജുബായി പപ്പൻ സാറൊക്കെ നമ്മളെടുത്ത് വന്ന സമയത്ത് ഇതിനെ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കതിൽ നമുക്ക് കുറച്ച് സീരിയസ് ആവുന്ന നമ്മൾ ചിന്തിക്കുന്നത് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഫൈറ്റും ഇതൊക്കെ അല്ലേ എന്നൊക്കെയുള്ള. ഇത് പെണ്ണ് കിട്ടാത്തതിൻ്റെ കഥയാണെന്നുള്ള ഒരു കണ്ടന്റ് പറഞ്ഞു. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഇത്ര 4 സോങ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സോങ്സിൻ്റെ സീക്വൻസുകളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വന്നപ്പോൾ നല്ല രസമുള്ള നല്ല ഫണ്ണിയായിട്ടുള്ള നല്ല രസമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ പവറും തോന്നുന്നു. അപ്പോൾ പടത്തിന് അങ്ങനെ ഒരു മൊത്തം സ്ക്രിപ്റ്റ് ഫണ്ണി എലമെൻ്റ് ആണ് മൊത്തം പോകുന്നത്. അപ്പോൾ നമുക്ക് റെഫറൻസ് ഒക്കെ എന്ന് പറയുന്നത് പഴയ ഈ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പറക്കും തളികയിലെ ഒരു സീക്വൻസ് അങ്ങനത്തെ ഒക്കെ സ്റ്റൈല്, പിന്നെ നമ്മുടെ അവൈ ഷൺമുഖി അങ്ങനത്തെ ഒക്കെ ഒരു സ്റ്റൈല് വേണം നമുക്ക്. ഓരോ സോങ്ങിൻ്റെ സിറ്റുവേഷൻ വന്നാൽ അതൊക്കെയാണ് ഇതിലത്തെ ഒരു എലമെൻസ് എന്ന് പറഞ്ഞു. അപ്പം ഓരോന്ന് വന്ന് ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾ രസമായിട്ട് തോന്നി. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് പാട്ടുകൾ ഇങ്ങനെ ചെയ്ത്, പിന്നെ നമുക്ക് പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ദിവസം ഓരോ സോങ് എന്നുള്ള രീതിയിൽ നമുക്ക് ട്യൂൺ കൊടുക്കേണ്ടി വന്നു. ശരിക്കും ഈ മൂവിയിൽ എത്ര സോങ്സ് ഉണ്ട്? 4 സോങ് 5 പേര് 5 ഇതായിട്ട്, അതായത് ഒരു സോങ് തന്നെ റിപ്പീറ്റ് ആയിട്ട് 2 സ്ഥലത്ത് വരുന്നുണ്ട്, രണ്ട് വേർഷനായിട്ട്. അപ്പോൾ 2 പേരെ പാടിയിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഇതിൽ പാടിയിട്ടുള്ളത് ഇപ്പോൾ എഴുതിയത് തിരുമേനി കേട്ടോ, കൈതപ്പുറം തിരുമേനിയായിരുന്നു. കൈതപ്പുറം നമ്പൂരി കൈതപ്പുറം സാറ് എഴുതുമ്പോൾ തന്നെ ഒരു ദിവസം ഞങ്ങൾ സാറിൻ്റെ വീട്ടിൽ ചെന്ന് 4 പാട്ടും, അത്ഭുതം എന്ന് പറയാൻ വെച്ചാൽ 4 പാട്ടും ഒരു ദിവസം രാവിലെ 9 മണി തുടങ്ങി 3 മണിയാകുമ്പോഴേക്കും പുള്ളി 4 പാട്ട് എഴുതി തന്നു. ഞങ്ങൾ ട്യൂൺ കൊണ്ടുപോയിരുന്നു. 3 പാട്ടിന് ട്യൂണ് കൊണ്ടുപോയി, ഒരു പാട്ട് അവിടെ ഇരുന്ന് കമ്പോസ് ചെയ്തു സാറിൻ്റെ അടുത്ത്. അപ്പോൾ എല്ലാവരും നല്ല ഒരു രസമായിട്ടായിരുന്നു ചെയ്തതൊക്കെ. പിന്നെ അതിൽ പാടിയിട്ടുള്ളത് വിനീതേട്ടൻ പാടിയിട്ടുണ്ട്, വിനീത് ശ്രീനിവാസൻ, സജീർക്കൊപ്പം നമ്മുടെ ശ്രീറാം സാറ്, ശ്രീറാം സാറ്, പിന്നെ വൈക്കം വിജയലക്ഷ്മി ചേച്ചി, പിന്നെ രശ്മി പണിക്കർ, പിന്നെ ഏറ്റവും ഒരു സസ്പെൻസ് എന്ന് വെച്ചാൽ ഫിറോസ്ക പാടിയിട്ടുണ്ട്. ഫിറോസ് കുന്നം പറഞ്ഞു നമ്മുടെ പുള്ളി അസാധ്യ ഗായകനാണ്. അപ്പം ഞങ്ങൾ ഓരോ പാട്ട് കഴിയുമ്പോഴും ഞാൻ ഡിസ്കഷൻ വരും, ഇതാരെ കൊണ്ട് പാടിക്കാം എന്നുള്ളത്. അപ്പം ഓരോ പാട്ടിനും നമ്മളെ മൈൻഡിലൊരു കമ്പോസ് ചെയ്യുമ്പോഴേ നമുക്ക് ഏകദേശം ഒരു പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്ത് പകുതി ആകുമ്പോൾ തന്നെ നമുക്കൊരു മൈൻഡിൽ ഗായകനോ നമുക്ക് മൈൻഡിൽ വരും. അപ്പം എനിക്ക് ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ചെയ്തത് ഫിറോസ്ക പാടിയ പാട്ടായിരുന്നു. അത് ആക്ച്വലി ഫിറോസ്ക അതിലേക്ക് വന്ന് പെട്ടതാട്ടോ. അങ്ങനെയല്ല, അതായത് ഇത് ആരെ കൊണ്ട് പാടിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു 4ാമത്തെ ഒരു സോങ് ചെയ്തപ്പോൾ. അപ്പോൾ കുറേ ഡിസ്കഷൻ വന്നു. അപ്പോൾ നമുക്കൊരു ഭയങ്കര സോഫ്റ്റ് വോയിസ് ആയിരിക്കണം എന്നൊക്കെ ഇതാക്കിയപ്പോഴാണ് ഫിറോസ്ക ഓൾറെഡി എൻ്റെ കുറേ വർക്കുകൾ പാടിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ കുറേ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫിറോസ്ഖാനെ കൊണ്ടൊന്ന് പാടിച്ചു നോക്കി. അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു.